വ്യാജ വാർത്ത പ്രസിദ്ധീകരിച്ച മലയാള മനോരമയ്ക്കെതിരെ പി.എ. മുഹമ്മദ് റിയാസ് വക്കീൽ നോട്ടീസ് അയച്ചു. CMRL നിന്ന് വീണയ്ക്ക് സേവനത്തിനായി ലഭിച്ച പണം മുഹമ്മദ് റിയാസിന്റെ അക്കൗണ്ട് വഴി പലരുടെയും അക്കൗണ്ടുകളിലേക്ക് കൈമാറ്റം ചെയ്തെന്നും 2 തവണ ED റിയാസിനോട് ഫോണിൽ വിശദീകരണം ചോദിച്ചു എന്നും മലയാള മനോരമയുടെ 1-ാം പേജിൽ പ്രസിദ്ധീകരിച്ച വാർത്തയ്ക്കെതിരെയാണ് റിയാസ് നോട്ടീസ് അയച്ചത്. വിവരങ്ങളുമായി ലതീഷ് ഉണ്ട്. ലതീഷ്, കഴിഞ്ഞ ദിവസം തന്നെ മുഹമ്മദ് റിയാസ് വ്യക്തമാക്കിയിരുന്നു നിയമ നടപടി ഇക്കാര്യത്തിൽ സ്വീകരിക്കുമെന്ന്. എന്തൊക്കെയാണ് കത്തിൽ പറയുന്നത്? വിജി 2 ദിവസം മുമ്പാണ്, അതായത് ഓഗസ്റ്റ് 20-നാണ് മലയാള മനോരമ 1-ാം പേജിൽ മുഹമ്മദ് റിയാസിൻ്റെ ഫോട്ടോ ഉൾപ്പെടെ വെച്ചുകൊണ്ട് ഇത്തരത്തിലൊരു വാർത്ത പ്രസിദ്ധീകരിച്ചത്. അന്ന് തന്നെ മുഹമ്മദ് റിയാസ് നിലപാട് വ്യക്തമാക്കിയിരുന്നു. വ്യാജ വാർത്തയ്ക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അതിൻ്റെ തുടർച്ചയായാണ് ഇന്നിപ്പോൾ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് മലയാള മനോരമയ്ക്കെതിരെ പി.എ. മുഹമ്മദ് റിയാസ് MLA വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത്. അഡ്വക്കേറ്റ് മുനീർ അഹമ്മദ് മുഖേനയാണ് മലയാള മനോരമയ്ക്ക് വക്കീൽ നോട്ടീസ് അയച്ചത്. അതായത് CMRL നിന്ന് ടി വീണയ്ക്ക് സേവനത്തിനായി ലഭിച്ച പണം മുഹമ്മദ് റിയാസിൻ്റെ അക്കൗണ്ട് വഴി മറ്റു പലരുടെയും അക്കൗണ്ടുകളിലേക്ക് മാറ്റി എന്നായിരുന്നു ഈ വാർത്തയിൽ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2 തവണ ED ഫോണിൽ മുഹമ്മദ് റിയാസിനോട് വിശദീകരണം തേടി എന്നതും വളരെ ആധികാരികമായി എന്നോണം മലയാള മനോരമ അവതരിപ്പിച്ചിരുന്നു. ഈ വ്യാജ വാർത്തയ്ക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും ഇത് കള്ള വാർത്തയാണെന്നും മുഹമ്മദ് റിയാസ് 2 ദിവസം മുമ്പ് തന്നെ, ഈ വാർത്ത വന്ന ഓഗസ്റ്റ് 20-ന് തന്നെ വ്യക്തമാക്കിയിരുന്നു. ഇതിൻ്റെ തുടർച്ചയായാണ് ഇപ്പോൾ മുഹമ്മദ് റിയാസ് മലയാള മനോരമയ്ക്കെതിരെ, ഈ വാർത്ത പ്രസിദ്ധീകരിച്ച മലയാള മനോരമയ്ക്കെതിരെ വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത്. യാതൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന പൂർണ്ണ ബോധ്യം ഉണ്ട്. അതുകൊണ്ട് തന്നെ നിയമ നടപടിയുമായി മുന്നോട്ട് പോകും എന്നായിരുന്നു കഴിഞ്ഞ ദിവസം അദ്ദേഹം ഫേസ്ബുക്ക് കുറിപ്പിൽ വ്യക്തമാക്കിയത്. വിജി, ലതീഷെ, നമുക്കറിയാം കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്തും ഇതേ രീതിയിൽ തന്നെയാണ് മലയാള മനോരമ വ്യാജ വാർത്തകൾ പ്രസിദ്ധീകരിച്ചിരുന്നത്. ഇപ്പോഴിതാ നോക്കൂ, കേട്ടുകേൾവിയില്ലാത്ത കാര്യം, ED 2 തവണ മുഹമ്മദ് റിയാസിനെ ചോദ്യം ചെയ്തു, വിളിപ്പിച്ചു എന്നൊക്കെ പറയുന്നത് ഏത് തലത്തിലാണ്, ഏത് രീതിയിലാണ് ഇത്തരം വ്യാജ വാർത്തകൾ ഇവർ പടച്ചുവിടുന്നത് എന്ന് വേണം ശ്രദ്ധിക്കാൻ. തീർച്ചയായും നമ്മുടെ അറിവിൽ അനുസരിച്ച് നിയമപരമായി അത്തരത്തിലൊരു വിശദീകരണം ചോദിക്കൽ മുമ്പ് എവിടെയും നമ്മൾ കേട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു വാർത്ത മലയാള മനോരമയ്ക്ക് എവിടെ നിന്ന് ലഭിച്ചു എന്നത് സംബന്ധിച്ച ചോദ്യം മുഹമ്മദ് റിയാസ് അന്ന് തന്നെ ഉന്നയിച്ചത്. CPIMൻ്റെ മറ്റു നേതാക്കളും ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണം നടത്തുകയും ചെയ്തിരുന്നു. അതിൻ്റെ തുടർച്ചയായി തന്നെയാണ് മുഹമ്മദ് റിയാസ് നിയമ നടപടി സ്വീകരിക്കും എന്ന് വ്യക്തമാക്കിയത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് അഡ്വക്കേറ്റ് മുനീർ അഹമ്മദ് മുഖേന മലയാള മനോരമയ്ക്ക് ഇപ്പോൾ വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നതും. സാധാരണ ED വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാറൊക്കെ ഉണ്ട്. നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് പല കേസുകളിലും അത്തരം EDയുടെ നടപടികൾ നമ്മൾ കാണുകയും അത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇത്തരത്തിലൊരു വിശദീകരണം, തൻ്റെ അക്കൗണ്ട് വഴി പണം മറ്റ് അക്കൗണ്ടുകളിലേക്ക് മാറ്റി, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ 2 തവണ തന്നെ ഫോണിൽ വിളിച്ച് വിവരങ്ങൾ തേടി അല്ലെങ്കിൽ ചോദ്യം ചെയ്തു എന്ന തരത്തിലുള്ള വാർത്ത പ്രസിദ്ധീകരിക്കുമ്പോൾ സ്വാഭാവികമായും അത് മുഹമ്മദ് റിയാസ്, അദ്ദേഹം മുൻ മന്ത്രിയാണ്, നിലവിൽ ജനപ്രതിനിധിയാണ്, അദ്ദേഹത്തെ പോലുള്ള ഒരു ജനപ്രതിനിധിയോട് ചോദിച്ചു മാത്രം ചെയ്യാവുന്ന ഒരു കാര്യമായിരുന്നു. എന്നാൽ അതൊന്നും മലയാള മനോരമയുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല. അവർ എവിടെ നിന്നോ അവർക്ക് ലഭിച്ച ഒരു വിവരം അല്ലെങ്കിൽ വാർത്ത അവർ പ്രസിദ്ധീകരിക്കുന്ന ഒരു നിലയാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഈ വാർത്തയ്ക്കെതിരെ വലിയ വിമർശനം അന്നു തന്നെ ഉയർന്നിരുന്നു. അതിൻ്റെ തുടർച്ചയായി തന്നെയാണ് നിയമ നടപടി സ്വീകരിക്കുമെന്ന് മുഹമ്മദ് റിയാസ് അന്ന് തന്നെ വ്യക്തമാക്കിയത്. അതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ മലയാള മനോരമയ്ക്ക് ഇപ്പോൾ ഒരു വക്കീൽ നോട്ടീസ് അഡ്വക്കേറ്റ് മുനീർ അഹമ്മദ് മുഖേന മുഹമ്മദ് റിയാസ് വ്യാജ വാർത്ത പ്രസിദ്ധീകരിച്ചുമായി ബന്ധപ്പെട്ടുകൊണ്ട് വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നതും. വിജി, ശരി, വ്യാജ വാർത്ത പ്രസിദ്ധീകരിച്ച മലയാള മനോരമയ്ക്കെതിരെ പി.എ. മുഹമ്മദ് റിയാസ് വക്കീൽ നോട്ടീസ് അയച്ചു. വിവരങ്ങളാണ് AK ലതീഷ് പങ്കുവച്ചത്.